ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ് ചാനൽ. സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് തളപതി വിജയ് തമിഴക വെട്രിക്കഴകം എന്നൊരു പാർട്ടിയുമായിട്ട് വന്നതെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. പല ആൾക്കാരും തളപതി വിജയനെ വിമർശിച്ചു. എന്തുകൊണ്ടാണ് പാർട്ടിയിലേക്ക് വരുന്നത്, എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്, ചുമ്മാ സിനിമയും ചെയ്തിരുന്നൂടെ, ആ കോടികളുള്ള ആ ഒരു സിനിമയും ചെയ്തിരുന്നൂടെ എന്ന്. പക്ഷേ തൻ്റെ ജനതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ തന്നെ ആളാക്കി വലുതാക്കിയ ആ ഒരു തമിഴ്നാട് മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹത്തോടെ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. സിനിമയിൽ എന്ന പോലെ തന്നെയാണ് രാഷ്ട്രീയത്തിലും ഒരുപാട് വിമർശനങ്ങൾ, വിദ്വേഷങ്ങൾ, വിപരീതങ്ങൾ, വിയോജിപ്പുകൾ, വിരോധങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങി. തുടക്കത്തിൽ തന്നെ നിങ്ങൾക്കറിയാം, സിനിമയിലെ നാളെ തീർപ്പ് തൊട്ട് ആദ്യ ചിത്രം തൊട്ട് തന്നെ പലരും കളിയാക്കി, വിമർശിച്ച്, പരിഹസിപ്പിച്ച്, അവഹേളിപ്പിച്ച് ഇന്ന് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർസ് ആയിട്ടിരിക്കുന്ന ഒരാളാണ് തളപതി വിജയ്. അപ്പോൾ ആ ചരിത്രം തന്നെ രാഷ്ട്രീയത്തിലും കുറിക്കാൻ അദ്ദേഹത്തിന് ആകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തുടക്കം തന്നെ പഴയതുപോലെ അദ്ദേഹത്തിന് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് കളിയാക്കലുകൾ, ഒരുപാട് അവഹേളിപ്പുകൾ, വിയോജം എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ദേഷ്യം പോലും പ്രകടിപ്പിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് വന്നെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത് സിനിമയിലും ഉണ്ടായിരുന്നു, അത് രാഷ്ട്രീയത്തിൽ നടന്നു. അപ്പോൾ സിനിമയിൽ നടന്നതനുസരിച്ച് അദ്ദേഹം സൂപ്പർ സ്റ്റാറായി. ഇതുപോലെ രാഷ്ട്രീയത്തിലും ആ ഒരു ഫേസ് ചെയ്തിട്ട് ആ ഒരു സ്ട്രഗിളൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വിചാരിച്ച ആ ഉന്നതിയിൽ തന്നെ എത്തട്ടെ. തീർച്ചയായിട്ടും CM കാൻഡിഡേറ്റിന് വേണ്ടി തന്നെയാണ് തളപതി വിജയ് മത്സരിക്കുന്നത്, അതിൽ യാതൊരു സംശയവുമില്ല. മുഖ്യമന്ത്രിയാകാൻ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തന്നെയാണ് തളപതി വിജയ് വന്നിരിക്കുന്നത്. യാതൊരു പാർട്ടിയുമായിട്ട് ഒരു അലയൻസും ഇല്ല, ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. ഇപ്പം DMK ആയാലും AIDMK ആയാലും NDA ആയാലും മറ്റു പാർട്ടികളെല്ലാം അലയൻസ് കൂട്ടണി വെച്ചാണ് ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പിന് വന്നിരിക്കുന്നത്. പക്ഷേ വിജയ് വന്നിരിക്കുന്നത് TVK, തമിഴക വെട്രിക്കഴകം വന്നിരിക്കുന്നത് ഒറ്റയ്ക്കാണ്. 234 മണ്ഡലങ്ങളിൽ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. വേറൊരു പാർട്ടിയോട് കൂട്ടുമായിട്ടോ വേറൊരു നേതാവിനോട്ട് കൂട്ടുമായിട്ടോ ഇല്ല, ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗെയിം ചേഞ്ചർ ഓഫ് തമിഴ്നാട് പൊളിറ്റിക്സ് ഇൻ 2026 എലക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ തളപതി വിജയ് അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് ഈ എലക്ഷൻ നടക്കും. ഇത്രയും ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് തമിഴ്നാട് ഇലക്ഷനിൽ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. NTR രാമറാവു ആന്ധ്രാപ്രദേശിലെ ഇലക്ഷനിൽ നിന്നപ്പോൾ ഒരു നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പുള്ളിയും ഫോമർ ആക്ടറായിരുന്നു, ഫോമർ ചീഫ് മിനിസ്റ്റർ ഓഫ് ആന്ധ്രാപ്രദേശ് ആയിരുന്നു NT രാമറാവു. ആൻഡ് MGR തമിഴ്നാട്ടിൽ ഇലക്ഷനിൽ നിൽക്കുമ്പോൾ ഫോമർ ആക്ടറായിരുന്നു, ഈ ഫോമർ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാടായിരുന്നു. അദ്ദേഹം നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി CM ആയ ഒരാളും കൂടെയാണ്. അപ്പോൾ വിജയ്ക്കും ആ പാത തുടരാൻ കഴിയുമോ, അല്ലെങ്കിൽ വിജയം ആ പാതയിലെത്തുമോ, അല്ലെങ്കിൽ വിജയ്ക്കും ആ പാത വിജയിച്ചെത്താൻ കഴിയുമോ എന്ന് കണ്ടു തന്നെ അറിയണം. പലരും പ്രതീക്ഷയിലാണ്. വിജയ് MGRന്റെ ആ ഒരു പ്രതീക്ഷ കാർത്ത്, അല്ലെങ്കിൽ MGRന് പകുതി പുറത്തേക്ക്, അല്ലെങ്കിൽ MGRനെ പോലെ എത്തുമോ എന്നുള്ള ഒരു സംസാരങ്ങൾ ഇപ്പോഴേ വന്നിട്ടുണ്ട്. കാരണം ആ ഒരു കൂട്ടങ്ങൾ വിജയ് ഓരോ പ്രചാരണങ്ങൾക്ക് പോകുമ്പോൾ അവിടെ തൂത്തുക്കുടി, പെരമ്പൂർ, കൊളത്തൂർ എല്ലായിടത്തുള്ള ആ കൂട്ടങ്ങൾ അത് കണ്ട് തമിഴ്നാട് മാത്രമല്ല, കേരളം മാത്രമല്ല, ഇന്ത്യ തന്നെ ഒട്ടാകെ വിറങ്ങലിച്ച് ഇനി ഇത്രയും ആളുകൾ എവിടെ നിന്നാണ്, ഇത്രയും കൂട്ടം എവിടെ നിന്നാണ്. അപ്പോഴാണ് സംസാരങ്ങൾ ഇതൊക്കെ അദ്ദേഹത്തിനെ കാണാൻ വരുന്ന ഫാൻസുകാരാണ്, വോട്ടില്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പല കളിയാക്കളും വിമർശനങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ CM കാൻഡിഡേറ്റ് ആയിട്ട് മുഖ്യമന്ത്രി സീറ്റിന് വേണ്ടി ഉറപ്പിച്ചു തന്നെയാണ് തളപതി വിജയ് തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടിയുമായിട്ട് 234 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത്. വിജയമാകുമോ ഇല്ലയോ എന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ ചില സർവേകൾ പറയുന്നു വിജയം അനിവാര്യം തന്നെയാണെന്ന്, ചില സർവേകൾ പറയുന്നു വിജയിക്കാൻ സാധ്യതയില്ലെന്ന്, ചില സർവേകൾ പറയുന്നു പോൾ ഒരുപാട് കിട്ടും ആൻഡ് സീറ്റ് മാക്സിമം ഷെയർ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. എന്നിരുന്നാലും നാളെ ഏപ്രിൽ 23, 2026 തമിഴ്നാട് നിയമസഭ ഇലക്ഷൻ നടക്കുമ്പോൾ നാളത്തെ ആ വോട്ടിംഗ് മെഷീനിലെ എണ്ണം അനുസരിച്ചായിരിക്കും തമിഴ്നാട്ടിലെ ഇലക്ഷൻ്റെ ആ ഒരു റിസൾട്ട് വരുമ്പോൾ അവിടുത്തെ പുതിയ CM ആരാണെന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. അത് തളപതി വിജയ് ആയിരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ആൻഡ് പലരും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്, പലരും ആഗ്രഹിക്കാത്ത കാര്യത്തിലും അത് തന്നെ ഉണ്ട്. എന്നിരുന്നാലും ആ ഒരു വിജയം നേടാനാകുമോ? പക്ഷെ ആ വിജയം നേടിയാൽ പിന്നെ മറ്റു പാർട്ടികളെല്ലാം കണ്ണ് അടച്ചു പോകേണ്ട ഒരു അവസ്ഥ തന്നെയായിരിക്കും വരുന്നത്. കാരണം ഒരാൾ പെട്ടെന്ന് വന്ന് ഒരാളൊരു പാർട്ടി രൂപീകരിച്ച് ഒരാൾ ഇത്രയും വോട്ടും നേടി CM ആയെങ്കിൽ അത് ചെറിയ കാര്യമാണെന്ന് ഒരിക്കലും പറയാം. അത് ഏറ്റവും വലിയൊരു മൈൽ സ്റ്റോൺ തന്നെയായിരിക്കും. പക്ഷേ വിജയ്ക്ക് സാധ്യത കുറവാണ് സർവേ അനുസരിച്ച്, അല്ലെങ്കിൽ ആൾക്കാർ പറയുന്നത് പോലെ വിജയ്ക്ക് വോട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ
ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്ന് ചോദിച്ചാൽ 100% തളപതി വിജയ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ഗെയിം ചേഞ്ചർ ഓഫ് ദി തമിഴ്നാട് പൊളിറ്റിക്സ് ഇലക്ഷൻ കമ്മീഷൻ ഈ 2026 നിയമസഭ ഇലക്ഷന്റെ ഗെയിം ചേഞ്ചർ തന്നെയാണ് തളപതി വിജയ്, അതിൽ സംശയമൊന്നുമില്ല. കാരണം വോട്ടിന് വന്നപ്പോഴേക്കും എന്തൊക്കെയാണ് പല ആൾക്കാരെയും ഇറക്കി ഡിഫെയിം ചെയ്യാൻ, തളപതി വിജയനെ ഡിഫെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പല സിനിമയിൽ ആക്ടേഴ്സിനെയും കൊണ്ടുവരുന്നു, പല ആക്ട്രസിനെയും കൊണ്ടുവരുന്നു. വിജയ് അവരുടെ പാർട്ടികളെ കുറിച്ച് മുൻപന്തിയായിട്ട് സംസാരിക്കാതെ വിജയെക്കുറിച്ച് താഴ്ത്തി പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് പ്രചാരണങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അവിടെ അവർക്കെതിരെ പലരും സംസാരിച്ചു തുടങ്ങി. DMK ഒരുപാട് കാശ് എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ അറിയാം. തമിഴ്നാട്ടിൽ വോട്ടിന് കാശ് കൊടുക്കും എന്നുള്ളത് ഇന്ത്യയിലുള്ള എല്ലാവർക്കും അറിയാം. അപ്പം തന്നെ മനസ്സിലാക്കിക്കോളാം. ആ പാവപ്പെട്ടവർക്ക് ഇത്രയും കാശ് കൊടുത്ത് വോട്ട് നേടാൻ അവർ നോക്കുന്നെങ്കിൽ ഈ പ്രകാശ് രാജ്, സത്യരാജ്, കമലഹാസ്, രജനീകാന്ത് ഇവർക്കൊക്കെ അവർ പൈസ കൊടുക്കാതെ വിളിക്കുമെന്ന് നിങ്ങൾ തോന്നുന്നു. അവർക്ക് നല്ല ഫണ്ടും കൊടുത്തിട്ടുണ്ട്. അവരതുപോലെ അവർ പറഞ്ഞതുപോലെ ചെയ്യുന്നുമുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. സത്യരാജൊക്കെ എന്തൊരു കോമാളിത്തരാണ് കാണിച്ചത് നിങ്ങൾ വിസിൽ ചിഹ്നു എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതൊന്നും ഞാൻ ഇപ്പോൾ പറയാം. പ്രകാശ് രാജൊക്കെ ഇത്രയും ചീത്ത ഒരു സംസാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കമലഹാസന് അതിന് കൂട്ടണ്ട. കമലഹാസനെ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഞാൻ പറയുന്നില്ല, അങ്ങനെ ആക്കി കളഞ്ഞു എല്ലാവരും അങ്ങനെ. കാരണം പട്ടി വില പോലും ഇപ്പൊ കമലഹാസന് കൊടുക്കുന്നില്ല. കാരണം അമ്മാരി വില കമലഹാസൻ തന്നെ കളഞ്ഞിട്ടുണ്ട്. രജനീകാന്ത് ഈ ഗ്യാങ്ങിലുള്ളതാണ്. രജനീകാന്ത് ഷാണപ്പിൽ ഒളിച്ചിരിക്കുന്നതാണ്. അറിയാത്ത പോലെ പടത്തിരി രജനീകാന്തിന് വിജയമായിട്ട് കടി ഉണ്ടെന്ന് എല്ലാവർക്കും നന്നായിട്ട് തന്നെ അറിയാം. അപ്പൊ മുഖ്യമന്ത്രി സ്ഥാനം വിജയ് ഉറപ്പിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് പറഞ്ഞേക്ക്. ആൻഡ് TVK നല്ലൊരു വോട്ട് കിട്ടുമോ, അല്ലെങ്കിൽ നല്ലൊരു സീറ്റ് നേടുമോ, അല്ലെങ്കിൽ ഭൂരിഭാഗം സീറ്റ് നേടി മുഖ്യമന്ത്രിയാകുമോ എന്നുള്ള നിങ്ങളുടെ തോന്നൽ എന്താണെന്ന് കമന്റ് ചെയ്തേക്ക്. തമിഴ്നാട്ടിലെ ഇലക്ഷൻ എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം തളപതി വിജയ് തന്നെയാണ്. കാരണം ചുമ്മാ ഇലക്ഷൻ പോകാറുണ്ട്. വിജയ് വന്ന ആ ഒരു ഇലക്ഷൻ ഒരു കൊണ്ടാട്ടാക്കിയിട്ടുണ്ട്. അത് കാരണമായിട്ട് പലർക്കും പേടിയായിട്ട് പലരും ആൾക്കാരെയും ഇറക്കി വിജയനെ ഡിഫെയിം ചെയ്യാനും വിജയ്ക്കെതിരെ സംസാരിക്കാനും ഇറക്കുന്നു. DMK തന്നെയാണ് പറയുന്നത് സിനിമ ആൾക്കാർ എന്ത് രാഷ്ട്രീയം അറിയാം, എന്തിനാണ് രാഷ്ട്രീയത്തിൽ വന്നത്. എന്നിട്ട് അതേ ആളിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് സിനിമയിലുള്ള ആൾക്കാരെ തന്നെ കൊണ്ടുവന്ന് ഡിഫെയിം ചെയ്ത് നെഗറ്റീവിൽ സംസാരിപ്പിക്കുകയാണ് DMK. അവന്മാര് തന്നെ പറയുകയും ചെയ്യണം, അവന്മാര് തന്നെ അടുത്ത ആളെ ഇറക്കണം. അപ്പം നാണക്കേടില്ലാതെ ഇപ്പം സത്യം പറഞ്ഞാൽ അവിടെ പേടിച്ചിരിക്കുകയാണ്. കാരണം പറ്റിപ്പോയി വിജയങ്ങാനും ജയിച്ചു പോയാൽ പിന്നെ നമ്മളിവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ അച്ഛനും ആ മോനും പേരമകനും പെണ്ടാട്ടിയും എല്ലാവരും അവിടെ വോട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഒരു പുതിയ ഭരണം വരട്ടെ, മണ്ണറാഴ്ച മാറി ഒരു പുതിയ ഭരണം വരട്ടെ. പുതിയ ഭരണം വന്ന് എന്താണെന്ന് നമുക്ക് നോക്കാമല്ലോ. അപ്പം ഒരാൾക്ക് ചാൻസ് കൊടുത്തു, ഒരേ ഒരു വായ്പ കൊടുങ്ക TVK വോട്ട് പോടുങ്ക. അപ്പോൾ മുഖ്യമന്ത്രി സീറ്റിലേക്ക് തളപതി വിജയ്ക്ക് നേടാനാകുമോ ഇല്ലയോ എന്നും കൂടെ നിങ്ങൾ കമന്റ് ചെയ്തേക്ക്.